ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നടത്തിയ കോഴിക്കോട് മിഠായി തെരുവിലെ സന്ദർശനം വലിയ വാർത്തയായിരുന്നു. പല മാധ്യമങ്ങളും അത് ലൈവ് റിപ്പോർട്ട് ചെയ്തു. അവിടെ ഗവർണർ ഹലുവ കഴിക്കുന്നതും ആളുകൾക്ക് കൈകൊടുക്കുന്നതുമൊക്കെ വലിയ വാർത്തയായി, ഗവർണറുടെ ജനസ്വീകാര്യതയായി പോലും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഗവർണറുടെ ആ പോലീസിനെ പോലും അറിയിക്കാതെ, പോലീസിന്റെ എല്ലാ നിർദ്ദേശങ്ങളും തള്ളിക്കൊണ്ട് നടത്തിയ ആ സന്ദർശനം ഒരു മനുഷ്യ ജീവൻ എടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത മനോരമയുടെ ഓൺലൈൻ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മനോരമയുടെ ഓൺലൈനിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഗവർണർ മിഠായി തെരുവിൽ എത്തും മുമ്പ് കുഴഞ്ഞു വീണ 70കാരൻ മരിച്ചു, ഉത്തരവാദി ഗവർണർ എന്ന CPM. ഇനി ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: മിഠായി തെരുവിൽ 70കാരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ CPM രംഗത്ത്. ചോയ്യൂർ സ്വദേശി അശോകൻ അടിയോടിയാണ് മരിച്ചത്. ഗവർണർ മിഠായി തെരുവിൽ എത്തിയതു നിമിത്തമുണ്ടായ അപ്രതീക്ഷിത ജനത്തിരക്കും ഗതാഗത തടസ്സവും നിമിത്തം ആശുപത്രിയിലെത്തിക്കാൻ വൈകിയതാണ് മരണകാരണമെന്ന് CPM ആരോപിച്ചു. മരണത്തിന്റെ ഉത്തരവാദിത്തം ഗവർണർക്കാണെന്നും അവർ കുറ്റപ്പെടുത്തി. പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന പ്രഖ്യാപനവുമായി ഇന്ന് ഉച്ചയോടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലൂടെ ഇറങ്ങി നടന്നത്. ഇതിന് തൊട്ടു മുൻപ് 12:36 അശോകൻ കുഴഞ്ഞു വീണത്. ഗവർണർ എത്തുന്നതിന് 5 മിനിറ്റ് മുൻപായിരുന്നു സംഭവം. LIC ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിനിടെയാണ് അശോകൻ കുഴഞ്ഞു വീണത്. ഗവർണറുടെ അപ്രതീക്ഷിത മിഠായി തെരുവ് സന്ദർശനം നിമിത്തമുണ്ടായ ഗതാഗത തടസ്സത്താൽ അശോകനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി എന്നാണ് ആരോപണം. അതായത് കേരളത്തിലെ പോലീസിന്റെ എല്ലാ നിർദ്ദേശങ്ങളും തള്ളി, പോലീസ് നൽകിയ എല്ലാ നിർദ്ദേശങ്ങൾക്കും പുല്ല് വില പോലും നൽകാതെ ഗവർണർ സ്വന്തം ഇഷ്ടത്തിന് നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഈ മിഠായി തെരുവ് സന്ദർശനം. നേരത്തെയുള്ള മുന്നൊരുക്കമില്ല, പോലീസിന്റെ നിർദ്ദേശങ്ങൾ യാതൊന്നും അനുസരിച്ചില്ല. സംഭവിച്ചതെന്താണ്? വലിയൊരു ജനത്തിരക്ക്. ഗവർണർ വന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു ജനത്തിരക്കുണ്ടാകും. അതിന് പുറമെ ഗതാഗത തടസ്സം. ഗവർണർ എന്ന് പറയുന്നത് Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഗതാഗതവും പോലീസ് തടയും. അങ്ങനെ ഉണ്ടായ ഗതാഗത തടസ്സവും തിരക്കും കാരണം ഒരു മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാതെ അയാൾ മരിച്ചിരിക്കുകയാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാത്രമാണ്. കാരണം ഗവർണർ അവിടെ ഒരു മുന്നൊരുക്കവുമില്ലാതെ പോലീസിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ സന്ദർശനമാണ് ഇത്ര വലിയ ഗതാഗത കുരുക്കും തടസ്സങ്ങളും അവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഒരു വയോധികന് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ, കൃത്യസമയത്ത് ഈ ഗതാഗത തടസ്സമൊന്നും ഉണ്ടാകാതെ അയാൾ ആശുപത്രിയിൽ എത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അയാളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഇത് ഗവർണറുടെ മാത്രം ഒരു പിഴവായി, അല്ലെങ്കിൽ ഗവർണർ മാത്രം ഉത്തരവാദിത്തമുള്ള ഒരു സംഭവമാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവർണർ പെരുമാറുന്നത് ഒരു സവർക്കർ ലൈനിലാണ്. 70 കഴിഞ്ഞ ഗവർണർക്ക് 20 വയസ്സിൽ താഴെയുള്ള SFIക്കാരോട് എന്താണ് ഇത്ര വിരോധം എന്ന് ചോദിക്കുന്നവരുണ്ട്. SFIക്കാരെ വിദ്യാർത്ഥികളെന്നല്ല, പകരം ഗുണ്ടകളെന്നും തെമ്മാടികളെന്നുമൊക്കെയാണ് ഗവർണർ വിശേഷിപ്പിക്കുന്നത്. ആ ഗവർണർക്ക് ജനാധിപത്യപരമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായ പോസ്റ്ററുകളും ബാനറുകളും കണ്ടാൽ പോലും ആകെ ഹാലിളകും. ചില ചുവപ്പ് കാണുമ്പോൾ ചില കാളകൾക്ക് ഹാലിളകുന്ന പോലെ. ആ ഗവർണർ ഇന്ന് ഒരു മുന്നൊരുക്കവുമില്ലാതെയാണ് ഈ മിഠായി തെരുവ് സന്ദർശനം നടത്തുന്നത്. തനിക്ക് എതിരെ ആർക്കും ഒരു പ്രതിഷേധവുമില്ല എന്നും SFIക്കാർ മാത്രമാണ് പ്രതിഷേധിക്കുന്നതെന്നുമൊക്കെ കാണിക്കാനുള്ള ഒരു പൊറോട്ട് നാടകമായിരുന്നു ഈ മിഠായി തെരുവ് സന്ദർശനം. പക്ഷേ അതിപ്പോൾ ഒരു ജീവന്റെ വിലയാണ് അതിന് പകരം നൽകേണ്ടി വന്നത്. ഗവർണർക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഗവർണറോട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാൻ കെൽപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്നത് സംശയമാണ്. എന്തായാലും ഗവർണർ ഇത്തരം പരിപാടികൾ ഇനി തുടർന്നാൽ കേരളത്തിലെ ജനത ഒന്നാകെ ഗവർണർക്കെതിരെ തിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം കേരളത്തിന്റെ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ABVPയുടെയും RSSന്റെയും ക്രിമിനലുകളെ
BJP ഓഫീസിൽ നിന്ന് നൽകുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ കൊലക്കേസ് പ്രതിയുടെ ഭാര്യയായ BJP അനുഭാവിയെ പോലും സർവകലാശാല സെനറ്റിലേക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ ഗവർണറാണ് ഇപ്പോൾ ഇതാ ഒരു മനുഷ്യ ജീവൻ കൂടി എടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. CPM ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഗവർണറാണ് ഈ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമെന്നും ഗവർണർ മനഃപൂർവ്വം സൃഷ്ടിച്ച ആ ഗതാഗത കുരുക്കും ജനത്തിരക്കുമാണ് ഈ മനുഷ്യന് കൃത്യമായ ചികിത്സ കിട്ടാൻ തടസ്സമായതെന്നും ഉന്നയിച്ചുകൊണ്ട് CPM രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ വിഷയം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.